അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا وتوكل على الله وكفى بالله وكيلا. അല്ലയോ പ്രവാചകരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, സത്യനിഷേധികൾക്കും കപടന്മാർക്കും വഴങ്ങിപ്പോകരുത്. സത്യത്തിൽ സർവജ്ഞനും യുക്തിമാനുമായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. താങ്കളുടെ റബ്ബിങ്കിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബോധനത്തെ പിൻപറ്റുക. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തികഞ്ഞ ബോധമുള്ളവനത്രേ അള്ളാഹു. അവനിൽ ഭരമേൽപ്പിച്ചുകൊള്ളുക. ഭരമേൽപ്പിക്കുന്നവനായി തികച്ചും മതിയായവനല്ലോ അള്ളാഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബീഉൽ അവൽ മാസം ഒരിക്കൽ കൂടി നമ്മിലേക്ക് വന്നെത്തുകയാണ്. പ്രവാചകന്റെ ജീവിതം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മാസം. കപടന്മാരെയും മുനാഫിക്കുകളെയും അനുസരിക്കരുതെന്നും അള്ളാഹുവിലെല്ലാം അർപ്പിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കുവാനുമാണ് സൂറ അഹ്സാബിലെ ആയത്തുകളിലൂടെ പ്രവാചകനോട് പറഞ്ഞതുവഴി അള്ളാഹു നമ്മോടും പറയുന്നത്. കപടന്മാരുടെയും മുനാഫിക്കുകളുടെയും വ്യാജ പ്രചരണങ്ങളെ ക്ഷമയോടെ നേരിടുക. പ്രവാചകനോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങൾ നടത്തുന്ന പണ്ഡിതന്മാർ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റായ സന്ദേശങ്ങളാണ് ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകനോടുള്ള സ്നേഹം, ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത് പ്രവാചക ചര്യയെ പിൻപറ്റലാണ്. അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കലാണ്. പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഇസ്ലാം വളരെ സുന്ദരമായതാണ്. ഏത് പ്രശ്നത്തിനുള്ള പരിഹാരവും ആ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം പരസ്യമാണ്. ഇന്ന് ലോകത്ത് നമുക്ക് ആരുടെ ജീവിതമാണ് ഇങ്ങനെ കാണാൻ സാധിക്കുക? നീതിയുടെ സംസ്ഥാപനമാണ് പ്രവാചകൻ കാണിച്ചു തന്നത്. വെളുത്തവനെന്നോ കറുത്തവനെന്നോ, അടിമയെന്നോ ഉടമയെന്നോ, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ, മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ നീതി പുലരണം. സമുദായങ്ങൾക്കിടയിൽ മതിലുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ആ മതിലുകൾ തകർത്തുകൊണ്ട് സഹോദര്യത്തിന്റെ പാലം പണിയേണ്ടതുണ്ട്. പ്രവാചകൻ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഒരു നിഷിദ്ധ കർമ്മം കണ്ടാൽ തന്റെ കൈകൊണ്ട് അതിനെ തടയുക. അതിന് സാധ്യമല്ലെങ്കിൽ നാവുകൊണ്ട്, അതിനും സാധ്യമല്ലെങ്കിൽ മനസ്സുകൊണ്ട്. നാവുകൊണ്ടും കൈകൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവൻ വിശ്വാസികളല്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഒരു വിശ്വാസിയുടെ കരുത്താണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളത്. വിഷമത്തിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗമാണത്. ഇഹലോകത്തുള്ള എത്ര ഗംഭീരമായ ശക്തിയെയും പ്രശ്നങ്ങളെയും നാം കാര്യമാക്കാതെ അജയനും കരുണാമയനുമായ അള്ളാഹുവിൽ സമർപ്പിതമായി കൊണ്ട് ഒരു വിശ്വാസി അവന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുക. നാം അവനിൽ അർപ്പിച്ച് ചെയ്യുന്ന പരിശ്രമങ്ങളെ അവൻ ഒരിക്കലും വ്യഥാവിലാക്കുകയില്ല എന്ന പ്രതീക്ഷ ഒരു വിശ്വാസിയുടെ കരുത്ത്, ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്. അതാണ് നമുക്കിന്ന് ഫലസ്തീനിൽ കാണാൻ സാധിക്കുന്നത്. പ്രവാചകന്മാരുടെ പാരമ്പര്യമുള്ള വിശുദ്ധ ഭൂമിയിൽ അധിനിവേശം നടത്തി അവിടെയുള്ള ജനങ്ങളെ വീടുകളിൽ നിന്ന് നിർബന്ധിതമായി പുറന്തള്ളുകയും രക്തം ചിന്തുകയും പവിത്രമായതിനെ ലംഘിക്കുകയും വീടുകൾ നശിപ്പിക്കുകയും കൃഷിഭൂമികൾ കത്തിക്കുകയും ചെയ്തവർക്കെതിരെയുള്ള ജിഹാദാണ് അവർ നടത്തുന്നത്. ഭീകരമായ അക്രമങ്ങൾക്കും അനീതികൾക്കും മുന്നിൽ വിധേയപ്പെടാതെ എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നു. ഇത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാകുന്നു. ഈ വിശ്വാസമാണ് അവരെ പരസ്പരം ചേർത്ത് നിർത്തുന്നത്. ഖുർആൻ പറയുന്നു, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാർ തന്നെയാകുന്നു. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അവർ നടത്തുന്ന പരിശ്രമങ്ങൾ അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ.
ആമീൻ. നാം ഏതൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹു അതിയായി ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ലക്ഷ്യപൂർത്തീകരണത്തിനായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.